സ്ക്രാപ്പിൽ പോയപ്പം കിട്ടിയതാണ്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ ഇച്ചിരി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കംപ്ലൈൻറ്റ് ഇല്ലാന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഊരിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കംപ്ലൈൻറ്റ്, എന്തുകൊണ്ടാണ് ഇനി ഊരി സ്ക്രാപ്പിൽ കൊടുത്തതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഊരി എല്ലാം ചെക്ക് ചെയ്യാം. ചെറിയ ഏതെങ്കിലും കംപ്ലൈൻറ്റ് ആണ് തോന്നുന്നെങ്കിൽ ബാറ്ററി ഇഷ്യൂ, അല്ലെങ്കിൽ ബോർഡിൻ്റെ ചാർജർ പിന്നിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. നമുക്കൊന്ന് ഊരി മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ടിൽ നെറ്റ് നമ്മൾ ചെറുതായിട്ട് തിക്കി കൊടുക്കണം. ഒരു ലോക്ക് പോലെയാണ്. നമ്മൾ രണ്ടു മൂന്നോട്ടം ശ്രമിച്ചു, ഇച്ചിരി പാടാണ്, ടാസ്ക്കാണ് ഊരി എടുക്കാൻ. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഡാമേജ് ആയിട്ടൊന്നും കാണുന്നില്ല. നമ്മളത് നല്ല തിക്കി എടുക്കണം. നമ്മൾ ചാർജ് കുത്തുന്ന സമയത്ത് ബോർഡ് ഓണായി വരുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് വിഷയമായിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കുത്തുന്ന സമയത്ത് ചാർജിങ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ബോർഡ് വിട്ടാണ് പോകുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് കയറുന്നില്ല. മെയിൻ വിഷയം ബാറ്ററിയുടെ തന്നെ ആയിരിക്കും. പിന്നെ ചെറിയൊരു കുഞ്ഞ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ആ സ്പീക്കറിൻ്റെ ഒരു ലുക്കാണിത് കാണാൻ. അപ്പം നമ്മൾ ബാക്കിയുടെ ഫുള്ളൊന്ന് ഊരി നോക്കാം. സ്പീക്കറിൻ്റെ അവിടെ നല്ലതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഊരി ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം നമ്മളിപ്പം അവിടുത്തെ ആ ബാസിൻ്റെ ഇത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല എയർ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഞെട്ടും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അത്യാവശ്യം നല്ലൊരു 2 ബൂഫർ സ്പീക്കറാണ് ഇരിക്കുന്നത്. അത് ഒന്ന് വരുന്നത് 5 വോൾട്ടിൻ്റെ 2 ബൂഫറാണ് ഇരിക്കുന്നത്. പിന്നെ സിംഗിൾ ബാറ്ററി 3.7 ബാറ്ററിയാണ് ഇരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ അകത്ത് ബോർഡും പോയതാണ്, BMS ബോർഡും പോയതാണ്, ബാറ്ററിയും ഡാമേജാണ്. അപ്പോൾ നമുക്ക് വേറൊരു BMS ബോർഡ് നമുക്ക് എടുത്ത് ചെക്ക് ചെയ്ത് വേറെ ബാറ്ററിയും വെച്ചിട്ട് നമുക്കൊന്ന് വർക്കാക്കി നോക്കാം, ഓണാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാം.